ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. കോവയ്ക്ക പീരയാണിന്ന്. 1/4 കിലോ കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് അറ്റം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുക്കണം. നുറുക്കിയിട്ട് ഒന്നും കൂടി കഴുകി ഇത്തിരി പശയുണ്ടതിൽ അതിങ്ങനെ പത പോലെ പോവും വെള്ളത്തിൽ കഴുകുമ്പോൾ. ഉള്ളി 2 നുറുക്കിയത് 25 ഉണ്ടാവും. പച്ചമുളക് 4 എണ്ണം, 6 അല്ലി വെളുത്തുള്ളി, 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി 2-3 കഷ്ണാക്കിയതാണിത്. ചതച്ചെടുത്ത് വയ്ക്കാം. 1 മുറി നാളികേരം ചിരകിയത്, വലിയ മുറി നാളികേരമാണ്. മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 1 ഹീപ്പ് ടീസ്പൂൺ, പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് നമ്മൾ എടുത്തേക്കണം. പാകത്തിന് ഉപ്പ്, ചതച്ച് വെച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 1 കുടംപുളി 4 ആക്കിയതാണ്. ഇതിൻ്റെ അളവ് വേണമെങ്കിൽ പകുതിയാക്കാം, പുളി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കാം. ആദ്യം എല്ലാം മിക്സ് ചെയ്തിട്ട് കോവയ്ക്ക് ചേർക്കാം. ചെറിയ തീയിൽ കുറച്ച് നേരം വേവിച്ചിട്ടാണ് എടുക്കേണ്ടത്. ആദ്യം ഒന്നും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് 4-5 തണ്ട് കറിവേപ്പില ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി തിരുമ്മിയിട്ട് വയ്ക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് വേവേണ്ടതിന്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി അടച്ച് വേവാൻ വയ്ക്കാം. ഇപ്പോൾ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്, വെന്തു. പീര കഷ്ണത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ. ഇനി ഓഫ് ചെയ്യാം. ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ നല്ല സ്വാദാണ് ഈ കോവയ്ക്ക പീര. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. കുടംപുളി ഇഷ്ടമില്ല എന്ന് വെച്ചാൽ പച്ചത്തക്കാളി വേണമെങ്കിൽ ചേർക്കാം. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഇവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.